ഹായ് ഗേസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം ഗേസ്. അപ്പോൾ നമ്മൾ ഇന്നൊരു സീരീസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്, എക്സ്പ്ലോർ കൊച്ചി. ഞാൻ 2 വർഷമായി കൊച്ചിയിലാണ് താമസിക്കുന്നത്. ഞാൻ ഇതുവരെ ഇവിടുത്തെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ പോലും പോയി കണ്ടിട്ടില്ല. എന്തായാലും ഈ സ്ഥലങ്ങളൊക്കെ പോയി ഒന്ന് കാണാമെന്ന് തന്നെ കരുതി. എന്നാൽ പിന്നെ അതൊരു സീരീസ് ആക്കിയാലോ? പുതിയതായിട്ട് കൊച്ചിയിൽ വരുന്നവർക്കും അല്ലെങ്കിൽ ചിലപ്പോൾ കൊച്ചിയിലുള്ളവർക്ക് തന്നെ ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടാലോ? നമ്മുടെ സീരീസിൻ്റെ ആദ്യത്തെ എപ്പിസോഡാണിത്. അപ്പോൾ എല്ലാവരുടെയും അനുഗ്രഹം ലൈക്കായും സബ്സ്ക്രൈബായും തരണം. എന്നാൽ പിന്നെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഗൈസ്. അപ്പോൾ നമ്മൾ രാവിലെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം 8:49 ആയിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് വൈറ്റിലാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ കാറിലാണ് പോകുന്നത്. കാറിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കുറച്ച് കാക്കകളുടെ കലാപരിപാടിയൊക്കെ ഉണ്ട്. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് വരുന്ന വഴിക്ക് എന്തെങ്കിലും വണ്ടി കഴിയണം. ഞാൻ ജസ്റ്റ് ഇതെല്ലാം നോട്ട് ചെയ്ത് ഒരു ബുക്കും എടുത്തിട്ടുണ്ട് ഗൈസ്. കൊച്ചി കാണാൻ ഇറങ്ങി ഞാൻ ആദ്യമായിട്ട് പോകുന്നത് കൊച്ചിയുടെ ഹൃദയ ഭാഗത്തേക്കാണ്. വേറെ പോലെ നമ്മുടെ മറൈൻ ഡ്രൈവിലോട്ടാണ് പോകുന്നത് ഗൈസ്. ഇവിടുന്ന് മറൈൻ ഡ്രൈവ് വരെ എനിക്ക് ഏകദേശം 7.8 കിലോമീറ്റർ ഉണ്ട്. അതായത് തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് കൊണ്ട് നമുക്ക് എത്താം. രാവിലെ ആവുകൊണ്ട് തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ഞായറാഴ്ചയാണ് കേട്ടോ. അപ്പൊ ഞായറാഴ്ച തിരക്കുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം. അപ്പൊ നമുക്ക് എന്തായാലും അങ്ങോട്ട് എത്തിയിട്ട് അവിടുത്തെ കാര്യങ്ങൾ കാണാം. രാവിലെ ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു ഗേസ്. അപ്പോൾ സമയം 9:11 ആയപ്പോൾ നമ്മൾ മറൈൻ ഡ്രൈവിൽ എത്തിയിട്ടുണ്ട് ഗേസ്. അപ്പോൾ രാവിലെ തന്നെ നമുക്കൊരു ചായ കുടിച്ച് തുടങ്ങാം ഗേസ്. അങ്ങനെ നിങ്ങൾ ഇതുവരെ ആരും ട്രൈ ചെയ്യാത്തൊരു കോംബോ ചായ ഡാർക്ക് ഫാന്റസി. അപ്പോൾ എന്തായാലും കഴിച്ചിട്ട് വരാം. ആദ്യമായിട്ട് ട്രൈ ചെയ്തതായിരുന്നെങ്കിലും ഒരു രക്ഷയില്ലാത്ത കോംബോ ആയിരുന്നു ഗേസ്. വാഗ്വേയിലോട്ട് കയറുന്നതിന്റെ ഒരു എൻട്രൻസ് ആണിത്. കൊച്ചി നഗരത്തിന്റെ ഹൃദയ ഭാഗത്തായാണ് മറൈൻ ഡ്രൈവ് സ്ഥിതി ചെയ്യുന്നത്. കൊച്ചിയിലെ പ്രധാന ആകർഷണവും വിനോദസഞ്ചാര കേന്ദ്രവുമാണ് മറൈൻ ഡ്രൈവ്. ഏകദേശം 1.75 കിലോമീറ്റർ നീളം വരുന്ന മറൈൻ ഡ്രൈവ് എന്നും സഞ്ചാരികളുടെ പ്രിയപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നായി മാറി. വൈകുന്നേരങ്ങളിൽ ധാരാളം സന്ദർശകർ എത്താറുണ്ട്. കൂടാതെ ഇവിടെ ധാരാളം ഷോപ്പിംഗ് സ്ഥലങ്ങളും ഭക്ഷണശാലകളും സ്ഥിതി ചെയ്യുന്നു. കായലിന്റെ തീരത്തു കൂടിയുള്ള കാൽനടപ്പാത ഇവിടെ കേരള ഹൈക്കോടതി മുതൽ രാജേന്ദ്ര മൈതാനം വരെ നീളുന്നു. മഴവിൽ പാലവും ചീനവലകളുമൊക്കെ മറൈൻ ഡ്രൈവിന്റെ ഭംഗി കൂട്ടുന്നതിന് വലിയ പങ്ക് വഹിക്കുന്നു. കൊച്ചി കാണാനെത്തുന്ന സഞ്ചാരികളുടെ ആദ്യ ലക്ഷ്യവും ഇവിടം തന്നെയാണ്. അപ്പോൾ നമ്മളിങ്ങനെ മറൈൻ ഡ്രൈവിൽ കൂടെ ഇങ്ങനെ നടക്കുവാണ്. ഇന്ന് വീക്കെൻഡ് ആയിട്ടും വലിയ തിരക്ക് രാവിലെ 10 മണി സമയത്തില്ല. കഴിഞ്ഞ ദിവസം ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഒട്ടും തിരക്കില്ലായിരുന്നു ഗീസ്. ഈ തറയിൽ കാണുന്നത് ഈ ടെയിലിൻ്റെ ഡിസൈൻ അല്ല, തൊട്ടു മേളിൽ നല്ല മരമാണ്. അപ്പോൾ ഇവിടുന്ന് നടക്കുന്നവർ സൂക്ഷിക്കുക. ഇവിടുന്ന് ഇത്ര ഭാഗം ഓടിക്കിടക്കാൻ ശ്രമിക്കുക ഗീസ്. ഇവിടെ നമുക്ക് ബോട്ട് കയറി വേണമെങ്കിൽ 200 സംതിങ് ആണെന്ന് തോന്നുന്നു. ഇവിടുന്ന് 200 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ കായൽ മൊത്തം, കൊച്ചി കായലൊക്കെ ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാം ഗീസ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ബോട്ടിന് പോകാൻ താല്പര്യമുണ്ട്. എങ്ങനെയാണ് ബോട്ടിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്? വലിയ ബോട്ടൊക്കെ 100 രൂപയുള്ളൂ. ഹൗസ് ബോട്ട് ഉണ്ട്, പിന്നെ AC ബോട്ട് ഉണ്ട്, 100 രൂപയുള്ളൂ. AC ബോട്ടാണെങ്കിൽ 100 രൂപയുള്ളൂ. പിന്നെ നമ്മുടെ സ്പീഡ് ബോട്ടാണ്, നോർമൽ സ്പീഡ് ബോട്ടാണെങ്കിൽ അരമണിക്കൂർ 800 രൂപ. അരമണിക്കൂർ 800 രൂപ. ഓക്കെ. പിന്നെ 1 മണിക്കൂർ നേരത്തേക്ക് പോകണമെങ്കിൽ 1500 രൂപ. 1500 രൂപ. ഓക്കെ. കേസ്. അപ്പോൾ താണ്ട് ഈ കാണുന്നതാണ് മഴവിൽ പാലങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇത് നമ്മുടെ ഈ മറൈൻ ഡ്രൈവിൻ്റെ പ്രധാന സവിശേഷതകളിൽ ഒന്നാണ്. ഇതുവരെ പറ്റിയ അബദ്ധങ്ങളിൽ ഏറ്റവും വലിയ പറ്റ, അതായത് ഞാൻ കാറ് ലോക്ക് ചെയ്തിട്ട് താക്കോല് അതിനകത്ത് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇനി വിളിക്കാത്ത സർവീസ് സെൻ്റർ ഇല്ല, വർക്ക്ഷോപ്പില്ല, തിരക്കാത്ത ആൾക്കാരില്ല കേസ്. അങ്ങനെ ഞാൻ കുറച്ച് നേരം ഒന്ന് കാറ്റ് കൊള്ളാനായിട്ട് വന്നിരിക്കുകയാണ്. ആകെ പെട്ട് കേസ്. അപ്പോൾ നമുക്ക് ഇനി ഒരു സർവീസ് സെൻ്ററിൽ വിളിച്ചപ്പോൾ അവർ നോക്കട്ടെന്ന് പറഞ്ഞ് നമുക്ക് നോക്കാം ഗേസ്. ഒരു കമ്പി കിട്ടിയിട്ടുണ്ട്. സ്വന്തമായിട്ട് യൂട്യൂബിൽ വീഡിയോ കണ്ടൊന്ന് പണിഞ്ഞു നോക്കാം ഗേസ്. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്ന സമയത്ത് നമുക്ക് 2 പയ്യന്മാരെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ പേരെന്തുവാടാ? റിൻഷൽ, ശ്രീ പ്രയർ ഗേസ്. അപ്പോൾ ഇവർ ഇങ്ങോട്ട് ഹെൽപ്പ് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം ഇത് വെച്ച് ഊരാൻ പറ്റുമോ ഇല്ലേന്ന് ഗേസ്. അപ്പോൾ നമ്മുടെ താക്കോൽ ഇത് വണ്ടിക്കാതിരിപ്പുണ്ട്. അപ്പോൾ നമുക്കിനി എന്തായാലും ബീഡിങ് ഒക്കെ ഇളകി ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. ഗേസ് അങ്ങനെ അവസാനം 2 ചേട്ടന്മാർ വന്നിട്ട് നമ്മുടെ വണ്ടി തുറന്നു തന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിൽ നമുക്ക് അറിയാത്തവരൊന്ന് ഹെൽപ്പ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ഞാനിവിടെ കിടന്ന് ഫുള്ള് ഓട്ടമായിരുന്നു സ്കെയിൽ തപ്പിയിട്ട്.
ആ സമയത്ത് നമ്മുടെ ചേട്ടന്മാർ തുറന്നു നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് 2 പേര് വന്നിട്ടുണ്ടായിരുന്നു, 2 പയ്യന്മാർ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവർക്കും നന്ദി ഗെയ്സ്. അപ്പം നമുക്കിനി എന്തായാലും ബാക്കി വീഡിയോസ് എടുക്കാം ഗെയ്സ്. അങ്ങനെ ഒരു വലിയ ടെൻഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കാർ ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് നമ്മൾ മറൈൻ ഡ്രൈവ് വന്നു കഴിഞ്ഞാൽ മിസ്സാക്കാൻ പറ്റാത്തൊരു സാധനമാണ് ഇവിടുത്തെ കുലുക്കി സർബത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും പോയി ഒരു കുലുക്കി പിടിച്ചിട്ട് വരാം ഗെയ്സ്. ദാ ഈ ഒരു സൈഡിൽ നിന്ന് തുടങ്ങിയ ഈ സൈഡും മുഴുവൻ കുലുക്കി കടയാണ്. പലതരം വെറൈറ്റി കുലുക്കികളാണ് ഇവിടെയുള്ളത്. ഇവിടെ വന്നാൽ ആരും ഒരു കുലുക്കി കുടിച്ചു പോകും. വേറൊന്നുമല്ല, ഏതൊരു സഞ്ചാരിയെയും ആകർഷിപ്പിക്കുന്ന രീതിയിലാണ് ഇവരുടെ ഓരോ പ്രകടനങ്ങളും. കേസ് നമ്മളൊരു പച്ചമാങ്ങ അതുപോലെ ഒരു പൈനാപ്പിളാണ് പറഞ്ഞത്. അപ്പോൾ പച്ചമാങ്ങ കുടിച്ചു നോക്കാം. കേസ് ഞാൻ കുടിച്ചത് പച്ചമാങ്ങയും പൈനാപ്പിളുമാണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് പച്ചമാങ്ങ കുലുക്കിയാണ്. നിങ്ങളിവിടെ പോയി കുടിക്കുവാണെങ്കിൽ എല്ലാ കടയിലും കയറി വെറുതെ ഒന്ന് റേറ്റ് ചോദിച്ചു വെച്ചേക്കുക. കാര്യം ഞാൻ ആദ്യം കുടിച്ചപ്പോൾ 50 രൂപയും രണ്ടാമത് കുടിച്ചപ്പോൾ എനിക്ക് 40 രൂപയേ ആയുള്ളൂ. അപ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക ഗെയ്സ്. ഇപ്പോൾ നമ്മുടെ മറൈൻ ഡ്രൈവിൽ നമ്മുടെ വാട്ടർ മെട്രോ സർവീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് വാട്ടർ മെട്രോ എക്സ്പീരിയൻസ് ഉള്ള ഒരു അവസരം ഇവിടെയുണ്ട് ഗെയ്സ്. ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോട്ട് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടെന്ന്. പക്ഷേ നിങ്ങൾ ഇതുവരെ വാട്ടർ മെട്രോയിൽ കയറിയിട്ടില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നും വാട്ടർ മെട്രോ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 30 രൂപ കൊടുത്താൽ ഇവിടെ നിന്നും വൈപ്പിൻ വരെ നമുക്ക് വാട്ടർ മെട്രോയിൽ പോകാമെന്നാണ് ഞാൻ അറിഞ്ഞത്. ഞാനും ഇതുവരെ വാട്ടർ മെട്രോ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. എന്തായാലും അടുത്ത വീഡിയോകളിൽ നമ്മൾ വാട്ടർ മെട്രോ എക്സ്പീരിയൻസ് ചെയ്യുന്നതായിരിക്കും. കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ ആ ഒരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക ഗെയ്സ്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ മറൈൻ ഡ്രൈവിൻ്റെ ഏറ്റവും ഇങ്ങേറ്റം എന്ന് പറയുന്നത്. പക്ഷെ ഇവിടുത്തെ ഈ കെട്ടിടങ്ങളൊക്കെ ഒരു രക്ഷയില്ലാത്ത വൈബാണ്. വൈകുന്നേരങ്ങളൊക്കെ ഇവിടെ വന്നിരിക്കണേ. ഇവിടെ പാട്ടും ബഹളവും ഒരു വല്ലാത്ത വൈബാണ് ഇവിടെ ഗെയ്സ്. ഇവിടെ ആയിട്ട് നമുക്ക് വൈകിട്ടൊക്കെ വന്ന് എക്സസൈസ് ചെയ്യാനുള്ള കുറച്ച് സാധനങ്ങൾ ഇവിടെ ഉണ്ട്. കുറച്ച് ദിവസമായി ജിമ്മിലൊക്കെ പോയിട്ട് ഒന്ന് എക്സസൈസ് ചെയ്തിട്ട് എന്തായാലും കണ്ട പാതി കാണാത്ത പാതി ഞാൻ ഇതിലെല്ലാത്തിലും കയറി ഒന്ന് എക്സസൈസ് ഒക്കെ ചെയ്തു. വൈകുന്നേരം ആയാൽ നമുക്ക് ഇതിലോട്ട് അടുക്കാൻ പറ്റത്തില്ല, അത്രയ്ക്കും ആളായിരിക്കും ഇവിടെ. എന്തായാലും കിട്ടിയ അവസരം മുതലാക്കി കളയാം ഗെയ്സ്. അങ്ങനെ നമ്മൾ സുഭാഷ് പാർക്കിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മഹാരാജാസ് കോളേജ്. മഹാരാജാസ് കോളേജിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ സുഭാഷ് പാർക്ക്. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് കയറാം ഗെയ്സ്. ഇവിടുത്തെ ഒരു ആംബിയൻസ് ഉണ്ട്, ഭയങ്കര നിശബ്ദതയാണ്. ഒരു കാമായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. വെറുതെ ആയിട്ടൊക്കെ വന്നിരിക്കാനും കപ്പിൾസ് ആയിട്ടാണെങ്കിലും നമുക്ക് ഫാമിലി ആയിട്ടാണെങ്കിലും ഇനിയിപ്പോൾ ഒറ്റയ്ക്കാണെങ്കിലും വന്നിരിക്കാൻ പറ്റിയൊരു കിട്ടുന്ന സ്ഥലമാണ് നമ്മുടെ സുഭാഷ് പാർക്ക്, സുഭാഷ് ചന്ദ്രബോസ് പാർക്ക്. കൊച്ചി കായലിനോട് വിട പറഞ്ഞാൽ അടുത്ത ലക്ഷ്യം സുഭാഷ് പാർക്കാണ്. കൊച്ചിയിലെ പ്രധാന പാർക്കുകളിൽ ഒന്നാണ് സുഭാഷ് പാർക്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന സുഭാഷ് ബോസ് പാർക്ക്. മഹാരാജാസ് കോളേജിനു സമീപത്തായാണ് സുഭാഷ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. വേമ്പനാട് കായലിന്റെയും കൊച്ചി തുറമുഖത്തിന്റെയും ദൂരക്കാഴ്ചകൾ സമ്മാനിക്കുന്ന സുഭാഷ് പാർക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പ്രിയങ്കരമാണ്. വൃത്തിയുള്ള നടപ്പാതയും ഇരിപ്പിടങ്ങളും തണലേകുന്ന മരങ്ങളുമെല്ലാം ആരെയും ആകർഷിപ്പിക്കുന്നു. കുട്ടികൾക്കായി ഇവിടെ ഒരുപാട് റൈഡുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഇവിടെ വന്ന ഓരോ കുട്ടിയുടെയും മറക്കാനാവാത്ത സ്ഥലം തന്നെയായിരിക്കും സുഭാഷ് പാർക്ക്. സമയം ചിലവഴിക്കാനായുള്ള ഇരിപ്പിടങ്ങളും വിശപ്പിനെ ശമിപ്പിക്കുവാനുള്ള ലഘു ഭക്ഷണശാലയും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഗേസ്, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ വേണമെന്നെങ്കിൽ മേടിക്കാം. ഗേസ്, ഇത് പെട്ടെന്ന് നമ്മുടെ ഒറിജിനൽ പാമ്പായിട്ട് വന്നു കേട്ടോ. ഇതൊന്നും ഒറിജിനൽ പാമ്പല്ല. ഇത് ഇവിടെ ആനിമൽസിൻ്റെ ഒക്കെ ഒരു രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഫുഡ് കഴിക്കുന്ന കടയുടെ ബാക്ക് സൈഡിലായിട്ട്. കൊള്ളാം. ഗീസ്, അങ്ങനെ നമ്മൾ സുഭാഷ് പാർക്കിനോട് ബൈ ബൈ പറഞ്ഞിട്ട് ഗീസ് നമ്മൾ ഇവിടെ നിന്ന് നേരെ ഇനി ക്യൂൻസ് വേയിലോട്ടാണ് പോകുന്നത്. ഇവിടെ നിന്ന് ഒരു 3.3 കിലോമീറ്റർ ഉണ്ട്. നമ്മുടെ മറൈൻ ഡ്രൈവിൽ നിന്നാണെങ്കിൽ വെറും നമുക്ക് 2 കിലോമീറ്ററേ ഉള്ളൂ. ഇവിടെ വരുന്നവർ ഈ 3 സ്ഥലവും മസ്റ്റായിട്ട് നിങ്ങൾ നോക്കിയിരിക്കണം. കാര്യം ഇതെല്ലാം ഓരോ സ്ഥലത്തിനും ഓരോ വൈവാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും 3 സ്ഥലവും കണ്ടിട്ട് ഇവിടെ വന്നിട്ട് പോകാം. ഗെയ്സ്, നമ്മൾ അടുത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ക്യൂൻസ് വേയിലോട്ടാണ്. ഗെയ്സ്, അപ്പോൾ ഇതാണ് വരുന്ന വഴി. ഇവിടം തൊട്ടാണ് നമ്മുടെ ക്യൂൻസ് വേ തുടങ്ങുന്നത്. ഗെയ്സ്, ഇതാണ് നമ്മുടെ ക്യൂൻസ് വേയുടെ തുടക്കം. ഇവിടുത്തെ മെയിൻ പ്രത്യേകത ഈ നടക്കുന്ന വഴി തന്നെയാണ്. സൈഡിലൊക്കെ ഒരുപാട് കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഗെയ്സ്, അപ്പോൾ നമ്മുടെ ഈ ഐ ലവ് കൊച്ചി എന്ന് പറഞ്ഞുള്ള ബോർഡുള്ളത് നമ്മുടെ ക്യൂൻസ് വേയുടെ ഏറ്റവും ഇങ്ങ് അറ്റത്താണ്. അതുപോലെ തന്നെ ഇവിടെ കിടിലൻ വൈബാണ് കേട്ടോ. വൈകിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ്. നമ്മുടെ മറൈൻ ഡ്രൈവിനേക്കാളും കൂടുതലും കപ്പിൾസൊക്കെ ഇവിടെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇവിടുത്തെ കാഴ്ചകൾ നിങ്ങൾ കണ്ടുനോക്കും.
അറബിക്കടലിന്റെ റാണി എന്നാണ് കൊച്ചി അറിയപ്പെടുന്നത്. എന്നാൽ ശാന്തമായ കായലുകളോട് ചേർന്ന് ചുറ്റിത്തിരിയുന്ന നടപ്പാത ആയതിനാലാണ് ഇതിനെ ക്യൂൻസ് വേ എന്നറിയപ്പെടുന്നത്. മറൈൻ ഡ്രൈവിനേക്കാൾ 100 മീറ്റർ നീളം കൂടിയ, അതായത് ഏകദേശം 1.8 കിലോമീറ്റർ നീളമുള്ള നടപ്പാതയാണ് ക്യൂൻസ് വേ. ഇവിടെ ഏകദേശം 120ഓളം ഇരിപ്പിടങ്ങളാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇവിടെ ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട്. നമ്മുടെ വിക്കിപീഡിയ നോക്കിയപ്പോൾ കണ്ട കാര്യമാണ് 21 ബുള്ളറ്റ് CCTV ക്യാമറകളും അതുപോലെ തന്നെ 3 നൂതന 360 ക്യാമറകളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. എവിടേക്ക് ഇരിക്കണം എന്ന് അറിയാനൊന്നും പറ്റത്തില്ല. ഈ ഫ്രണ്ടിലത്തെ കായലിൽ ഇവിടെ ഫുള്ള് പായലാണ് കേട്ടോ. അങ്ങോട്ടൊക്കെ അത്യാവശ്യം നല്ല കായലാണ്. പിന്നെ അവിടെ നമുക്ക് ചീന വല കാണാം. ഈ വൈകിട്ടായി കഴിഞ്ഞാൽ അതാണ്ട് ഈ കടകളിലൊക്കെ ഭയങ്കര തിരക്കാണ് കേട്ടോ. വൈകുന്നേരമാണ് ഇവിടെ എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ വരേണ്ട സമയം. വീഡിയോ എടുക്കാൻ കുറച്ചും കൂടെ നല്ലത് രാവിലെയാണ്. അതുകൊണ്ടാണ് ഞാൻ രാവിലെ വന്നത്. ഇപ്പോൾ സമയം ഉച്ച ആയിട്ടുണ്ട്. രാത്രിയൊക്കെ ആയി കഴിഞ്ഞാൽ ഇവിടെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ കാണും കേട്ടോ. എന്തെങ്കിലും പാട്ടോ എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഇതായിരിക്കും ചെറിയൊരു സ്റ്റേജ്. അതാണ് സ്റ്റേജ്. ഇവിടെ ചെറിയ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അടിപൊളി വൈബാണ് ഗെയ്സ്. അങ്ങനെ സമയം ഇപ്പോൾ ഏകദേശം 3 മണിയായി. നല്ല വിശപ്പുണ്ട്. ലേറ്റായി ഞാൻ ഫുഡ് കഴിക്കാനായിട്ട്. നമ്മുടെ വാക്ക് വേ കൂടെ നടന്നു പോകുന്ന വഴിക്ക് നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് നോക്കിയാൽ ഒരു ഫുഡ് കോർട്ട് കാണാം. എന്തായാലും അവിടെ തന്നെ കയറി ഫുഡ് കഴിക്കാമെന്ന് കരുതി. അപ്പം ഞാൻ എന്തായാലും ഇവിടെ കയറിയിട്ടുണ്ട്. ഞാൻ കയറിയതെന്തോ നല്ല സമയമായിരുന്നു. കാര്യം അവിടെ ഫുഡ് ഫെസ്റ്റ് നടക്കുമായിരുന്നു. ഒരുപാട് വെറൈറ്റി ഫുഡ് ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ എല്ലാ തവണത്തെയും പോലെ ചിക്കൻ ബിരിയാണി തന്നെ ഓർഡർ ചെയ്തു. കേസ് അപ്പോൾ ഞാനൊരു ബിരിയാണി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സിലോണിലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വാക്ക് വേയിൽ, അതായത് നമ്മുടെ മറൈൻ ഡ്രൈവിലെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ഇങ്ങനെ ഇരുന്ന് ഫുഡ് കഴിക്കാം. എന്തൊക്കെ പറഞ്ഞാൽ ഇവിടെ നിന്നുള്ള ഒരു വ്യൂ ഒരു രക്ഷയില്ല തന്നെയാണ്. അതിൻ്റെ കൂടെ ഫുഡും കൂടെ ആകുമ്പോൾ വാ. സമയം ഇപ്പോൾ 9:15 8:30 ആകുമ്പോഴേ നമ്മുടെ സുഭാഷ് പാർക്ക് അടയ്ക്കും കേട്ടോ. ഇന്ന് ഞായറാഴ്ചകളിൽ 11 മണിക്കും അതുപോലെ ബാക്കിയുള്ള ദിവസങ്ങളിൽ 3 മണിക്കാണ് സുഭാഷ് പാർക്ക് തുറക്കുന്നത്. അത്യാവശ്യം ലൈറ്റും കാര്യങ്ങളും ഉണ്ടെങ്കിലും നമ്മുടെ സുഭാഷ് പാർക്ക് ക്ലോസ്ഡ് ആണ്. നമുക്ക് ഇതേ സമയം രാത്രി മറൈൻ ഡ്രൈവ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അങ്ങനെ നമ്മൾ രാവിലെ വണ്ടി നിർത്തിയിട്ട സ്ഥലത്ത് തന്നെ നമ്മൾ വണ്ടി നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് രാത്രിയിൽ നമ്മുടെ മറൈൻ ഡ്രൈവിൻ്റെ ഭംഗി നമുക്കൊന്ന് നോക്കാം. രാത്രി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ മറൈൻ ഡ്രൈവിൻ്റെ ഭംഗി അത് വേറെ ലെവൽ തന്നെയാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഇവിടെ വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ സമയം വൈകുന്നേരം മുതൽ രാത്രി വരെയാണ്. എന്നാൽ മാത്രമേ ഇവിടുത്തെ മുഴുവൻ ഭംഗി നമുക്ക് ആസ്വദിക്കാനാവത്തുള്ളൂ. പകല് പോലല്ല, രാത്രി നല്ല ആൾക്കാർ ഫാമിലി ആയിട്ടും അതുപോലെ കപ്പിൾസ് ആയിട്ടും അതുപോലെ ഒറ്റയ്ക്കൊക്കെ ഇവിടെ വരുന്നുണ്ട്. രാത്രി ഏറ്റവും വൈബുള്ള സ്ഥലമാണ് ഇതാ ഈ കാണുന്ന സ്ഥലം. ഇവിടെ ഒരു രക്ഷയില്ലാത്ത വൈബാണ് കേട്ടോ രാത്രി. ഈ സൈഡ് ഫുള്ള് ഫ്ലാറ്റും അതുപോലെ ഇവിടെ വാക്ക് വേ. ഞാൻ രാവിലെ പറഞ്ഞില്ലേ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഇവിടെ എക്സസൈസ് പോയിട്ട് ഇവിടെ നിൽക്കാൻ പോലെ പറ്റത്തില്ലെന്ന്. നിങ്ങൾക്ക് അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഒരുപാട് പേര് ജോലി കഴിഞ്ഞും ഫ്രണ്ട്സുമായിട്ട് ചില്ലടിക്കാനൊക്കെ ഒരുപാട് പേര് ഇവിടെ വൈകുന്നേരങ്ങളിൽ വരുന്നുണ്ട്. ഒരുപാട് പേര് വരുന്നത് കൊണ്ടും അതുപോലെ തന്നെ ഇവിടെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായത് കൊണ്ടും ഇപ്പോൾ നമുക്കിവിടെ വൈകുന്നേരങ്ങളിൽ നിയന്ത്രണമുണ്ട്. ഇപ്പോൾ സമയം 10:30. ഈ സമയത്തും അവിടെ പോലീസ് ചെക്കിങ്ങിനായിട്ട് വന്നിട്ടുണ്ട്. രാവിലെ ആയാലും ശരി രാത്രി ആയാലും ശരി കുലിക്കടിക്കുന്ന ചേട്ടന്മാർ ഒരേ പവറിലായിരിക്കും. അങ്ങനെ നമ്മൾ നേരെ മറൈൻ ഡ്രൈവിൽ നിന്ന് നമ്മുടെ ക്യൂൻസ് വേയിലോട്ട് പോവാണ്. അപ്പൊ നമുക്കിനി അവിടെ എത്തിയിട്ട് കാണാം. രാത്രി നമ്മുടെ ക്യൂൻസ് വേ കാണാൻ ഭയങ്കര സുന്ദരിയായിരിക്കും. അതിന് വലിയൊരു പങ്ക് വഹിക്കുന്നത് അവിടുത്തെ ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ആണ്. അതുമാത്രമല്ല ഈ സമയത്ത് ഇതുവഴി നടക്കാനും ഒരു പ്രത്യേക രസം തന്നെയാണ്. ഒരു വശത്ത് ശാന്തമായി കിടക്കുന്ന കായലും മറുവശത്ത് വലിയ വലിയ കെട്ടിടങ്ങളും അതിന്റെ നടുക്കൂടിയുള്ള ഈ ഒരു യാത്ര അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു വൈബ് തന്നെയാണ്. രാത്രി കാലങ്ങളിലും ഇവിടെ ചെറിയ ചെറിയ കടകളും കച്ചവടക്കാരും ഉണ്ട്. അതുമാത്രമല്ല ഞാൻ രാവിലെ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ഇവിടെ വൈകിട്ട് ഒരു മ്യൂസിക് പ്രോഗ്രാം നടക്കുന്നുണ്ട്. അത് നമുക്ക് പോയി ഒന്ന് കണ്ടു നോക്കാം. വളരെ നല്ല പാട്ടായിരുന്നു. അവിടെ നിന്നവർക്കെല്ലാം നല്ല അഭിപ്രായമായിരുന്നു. കൂടാതെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പയ്യനെ നമുക്ക് കാണാനും പറ്റി. ഗൈസ്, അപ്പോൾ നമ്മുടെ ചെറിയൊരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. കൊച്ചിയുടെ കാഴ്ചകൾ ഇവിടെ കൊണ്ട് തീരുന്നില്ല. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ എന്തായാലും താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം. അത് ചിലപ്പോൾ എനിക്കൊരു പ്രചോദനമായേക്കാം. നിങ്ങൾ കൊച്ചിയിലുള്ള ഒരാളാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ കൊച്ചി കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിലോ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങൾ ഏതാണെന്ന് താഴെയിട്ട് കമന്റ് ചെയ്യുക. ഗൈസ്, മറ്റൊരു എപ്പിസോഡായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ ഗൈസ്, ലവ് യു ആൾ, ടാറ്റാ.